ഹായ് ഓൾ, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ സോഹോ ബുക്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇത് സോഹോ ബുക്സിൻ്റെ ഒരു ന്യൂ അപ്ഡേറ്റ് ആണ്. ഇത് വരുന്നത് പർച്ചേസ് മോഡ്യൂളിലാണ്. നമ്മൾ പ്രീവിയസ്ലി ഒരു പർച്ചേസ് ബിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിലൊരു ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് ലൈൻ ഐറ്റത്തിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ലെവലിൽ കൊടുക്കും, പർച്ചേസ് ഡിസ്കൗണ്ട് ആയിട്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി പോസ്റ്റ് ആവുന്നത് പർച്ചേസ് ഡിസ്കൗണ്ട് എന്നുള്ള ലെഡ്ജറിലേക്കായിരിക്കും. പക്ഷേ കുറേ ക്ലയൻസിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അത് പർച്ചേസ് ഡിസ്കൗണ്ട് എന്നുള്ള ലെഡ്ജറിലേക്ക് പോസ്റ്റ് ആവാതെ നമ്മുടെ ഇൻവെൻട്രീൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ ലെസ് ആയിട്ട് ഇൻവെൻട്രീൻ്റെ കോസ്റ്റ് ഡിസ്കൗണ്ടിനോ മൈനസ് ചെയ്തിട്ടുള്ള നെറ്റ് കോസ്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു അപ്ഡേറ്റ് ആണ് സോഹോ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് അപ്ഡേറ്റിംഗ് ഹൗ ഇൻവെൻട്രി കോസ്റ്റ് ട്രാക്ക്ഡ് അവൻ അപ്ലൈങ് ഡിസ്കൗണ്ട്സ് അറ്റ് ലൈൻ ഐറ്റം ലെവലിൽ. നമ്മൾ ഡിസ്കൗണ്ട്സ് ലൈൻ ഐറ്റം ലെവലിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു പുതിയ ഫീച്ചർ വരുന്നത്. ഈ ഒരു ഫീച്ചർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. അതേസമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്ന സമയത്ത് അത് ഇൻവെൻട്രീൻ്റെ കോസ്റ്റിലേക്ക് വരണ്ട, പർച്ചേസ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിമൈൻഡ് മീ ലേറ്റർ എന്നുള്ളത് കൊടുത്ത് വിട്ടാൽ മതി. നമ്മൾ സോഹോ ബുക്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പുതിയ ഫീച്ചർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പർച്ചേസ് ബിൽ എൻട്രി ആണ്, പുതിയതായിട്ടൊരു പർച്ചേസ് ബിൽ എൻട്രി ചെയ്യുന്നു. ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, വെൻഡറിൻ്റെ ബിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ബിൽ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഐറ്റം ഞാനിവിടെ എൻട്രി ചെയ്യുന്നു. ഇപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. ഞാനിത് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ലൈൻ ഐറ്റം ലെവലിൽ 200 രൂപയാണ് ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഐറ്റത്തിൻ്റെ ടോട്ടൽ 1000 വരും. അതേപോലെ തന്നെ GST ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. ലൈൻ ഐറ്റം ലെവലിൽ ഡിസ്കൗണ്ട് വരും. നമ്മളിവിടെ സേവ് ആസ് ഓപ്പൺ എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ എൻട്രി പോസ്റ്റ് ആയിരിക്കും നമുക്ക് കാണാം. ഇൻവെൻട്രി അസറ്റിലേക്ക് 1000 പോയിട്ടുള്ളൂ, ഡിസ്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ഇവിടെ കാണാനുമില്ല. ഇതാണ് പുതിയ ഫീച്ചർ. അതായത് ഞാൻ കൊടുത്ത 200 രൂപ ഡിസ്കൗണ്ട് 1200 200 ലെസ് ചെയ്തിട്ട് 1000 എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇൻവെൻട്രി അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നു. അതേസമയത്ത് പ്രീവിയസ് മെത്തേഡിൽ ഉണ്ടായിരുന്നത് ഇൻവെൻട്രി അസറ്റിൻ്റെ വാല്യൂ 1200 തന്നെ കാണിക്കും, പർച്ചേസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ വരുന്നുണ്ടാവും, അതിൽ നമുക്ക് 200 രൂപ വരും. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആവശ്യമുള്ള ഓർഗനൈസേഷൻസ് ഈ ഒരു പുതിയ ഫീച്ചർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പർച്ചേസ് ബിൽസിലെ ഡിസ്കൗണ്ട്സ് അവർക്ക് ഇൻവെൻട്രി വാല്യൂവിൽ നിന്ന് തന്നെ കുറഞ്ഞിട്ട് നെറ്റ് കോസ്റ്റ് ആയിരിക്കും ഇൻവെൻട്രിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക.